വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഓരോ സംസ്ഥാനത്തെയും സീറ്റ് നില വിവിധ ഏജൻസികൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ കാണണം. ഈ 350 എന്ന നിലയിലേക്ക് പക്ഷേ ദേശീയ തലത്തിൽ എല്ലാ ഏജൻസികളും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ പറയുന്ന ട്രെൻഡ് ക്ലിയർ ആണല്ലോ. ഇപ്പം എല്ലായിടത്തും നമ്മൾ പൊളിഞ്ഞു പോകും BJP അല്ലെങ്കിൽ NDA എന്ന് വിചാരിക്കുന്ന സ്ഥലത്തൊക്കെ അവർ സ്റ്റാറ്റസ് കോ എന്നുള്ളത് അങ്ങനെയല്ല ഉണ്ട്. അതായത് നമ്മൾ നമ്മുടെ ഒരു വിശകലനങ്ങളിൽ പറയാറുണ്ടല്ലോ, അതായത് വടക്കേ ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും BJPക്ക് ഉണ്ടാകുന്ന നഷ്ടം കിഴക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും അവർ നികത്തുമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നികത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ തെക്കേ ഇന്ത്യയിൽ വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് കരുതുന്ന കർണാടകത്തിൽ ആ നിലയിൽ നഷ്ടമുണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയായി മാറിയിരിക്കുന്നു BJP. ആന്ധ്രാപ്രദേശിൽ കുറച്ച് സീറ്റ് ഗെയിൻ ഉണ്ടാകുമെന്നേ കരുതിയിട്ടുള്ളൂവെങ്കിൽ വലിയ വ്യത്യാസം YSRCP-യുമായിട്ട് ഈ TDP മുന്നണി BJP. നിങ്ങൾ മനസ്സിലാക്കേണ്ട YSRCP-ക്ക് കഴിഞ്ഞ പ്രാവശ്യം 25 ജഗൻമോഹൻ റെഡ്ഡിക്കുണ്ട്, 25 സീറ്റ് ഉണ്ട്. അതോടൊപ്പം ഈ ഒഡീഷ പോലുള്ള കിഴക്കേ ഇന്ത്യയിലെ വലിയ മുന്നേറ്റമാണ് BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ഞാനും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതായത് ഒഡീഷയിലെ BJP ഇതുവരെ ഒറ്റക്കക്ഷിയായിട്ടില്ല, ലോക്സഭയിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും. ഈ അടുത്ത കാലം വരെ കോൺഗ്രസിന്റെ ഈ പറയുന്ന ഈ ബിജു ജനതാദൾ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അതായത് ബിജു പട്നായിക് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പോലും കോൺഗ്രസിന്റെ അപ്രമാദിത്വമാണ് ഒഡീഷയിൽ ഉണ്ടായിരുന്നത്. വല്ലപ്പോഴും അധികാരത്തിൽ വരുന്ന പാർട്ടിയായിരുന്നു അന്നത്തെ ജനതാദളിൽ ഉണ്ടായിരുന്ന ഈ ബിജു പട്നായിക്. പക്ഷേ നവീൻ പട്നായിക് വന്നതിന് ശേഷം മാറ്റങ്ങൾ ഉണ്ടായി. നവീൻ പട്നായിക് വളരെ ശാസ്ത്രീയമായി ആ സംസ്ഥാനത്തെ പിടിച്ചെടുത്തു. കോൺഗ്രസ് ദുർബലമായി. ആ ഘട്ടത്തിൽ BJP ഉയർന്നു വന്നു, രണ്ടാം കക്ഷിയായി. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും അവിടെ നവീൻ ബാബു തന്നെയായിരിക്കാം മുഖ്യമന്ത്രിയായി വരിക എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഇന്ത്യ TV CNXന്റെ തമിഴ്നാടിന്റെ ഫലം വന്നിട്ടുണ്ട്. NDA 5 മുതൽ 7 വരെ. അതായത് ട്രെൻഡ് വളരെ ക്ലിയർ ആയി കഴിഞ്ഞിരിക്കുന്നു സ്മൃതി. നിലവിലുള്ള 2004 അല്ലെങ്കിൽ 2014 പോലെ എല്ലാ എക്സിറ്റ് പോളുകളും സിംഗിൾ ഡയറക്ഷണൽ എക്സിറ്റ് പോളുകളായി മാറുന്നു എന്നുള്ളത് മോദിയെ സംബന്ധിച്ച് BJP ക്യാമ്പിനെ. ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സിൽ ബംഗാളിന്റെ റിസൾട്ട് ഇങ്ങനെയാണ് പറയുന്നത്. BJP 21 സീറ്റുകൾ, അവിടെയും BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവാണ്. TMC 19 സീറ്റുകളിലേക്കും കോൺഗ്രസ് 2 സീറ്റുകൾ നിലനിർത്തുമെന്ന്. ഓക്കെ, നോക്കൂ, നമ്മുടെ കണക്കുകൾ നമ്മളോട് പറയുന്നത് പി മാർക്കിന്റെ സർവേ റിസൾട്ട് വന്നു. റിപ്പബ്ലിക് പി മാർക്കിൽ 359 സീറ്റുകളാണ് NDAക്ക് പ്രവചിക്കുന്നത്. 350 പറഞ്ഞിരിക്കുന്ന ഏജൻസികളാണ്. ഇന്ത്യ ന്യൂസ് 371 പ്രവചിക്കുന്നു BJPക്ക്. ജൻ കി ബാത്ത് 362 392 എന്ന റേഞ്ച് പ്രവചിക്കുന്നു. ഏറ്റവും കൂടുതൽ പ്രവചിച്ചിരിക്കുന്നത് ജൻ കി ബാത്ത് ആണ്. ജൻ കി ബാത്ത് സർവേ പ്രകാരം 362 മുതൽ 392 വരെ കിട്ടാം. അതിനുശേഷം പ്രവചിച്ചിരിക്കുന്നത് ന്യൂസ് എക്സ് ആണ്. അതിനുശേഷം പ്രവചിച്ചിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇത്രയും ഏജൻസികളാണ്, 4 ഏജൻസികൾ. പി മാർക്ക്, ഡി ഡൈനാമിക്സ്, ഒപ്പം തന്നെ ജൻ കി ബാത്ത്, ന്യൂസ് എക്സ്. ഈ ഏജൻസികൾ പ്രവചിച്ചിരിക്കുന്ന അനുസരിച്ച് 4 ഏജൻസികളും നമ്മളോട് പറയുന്ന കണക്ക് വെരി സിമ്പിൾ. ഇത് മോദി ടേം, തേർഡ് ടേം ഈസ് മോദി ടേം എന്ന് റിപ്പബ്ലിക് റിപ്പോർട്ടറിന്റെ മെഗാ ബീഹാർ വന്നിട്ടുണ്ട്. ഇന്ത്യ ടുഡേ ആക്സിസ് മൈൻഡ് കേട്ടോ, വളരെ പ്രധാനമാണ്. കാരണം വെച്ചാൽ 6 മുതൽ 7 സീറ്റ് വരെ RJDക്ക് അവിടെ ലഭിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഒരൊറ്റ സീറ്റ് പോലും ഇല്ലാത്ത പാർട്ടിയാണ്. 6 മുതൽ 7 വരെ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ. 1 സീറ്റ് മുതൽ 2 സീറ്റ് വരെ കോൺഗ്രസിന് ലഭിക്കാം. അതിന്റെ അർത്ഥം ഏതാണ്ട് 10 സീറ്റിനടുപ്പിച്ച് അവിടെ ഇന്ത്യ നേടും. അത് വലിയ നേട്ടമാണ്. റിപ്പബ്ലിക്കിന്റെ ഡൽഹി വന്നിട്ടുണ്ട്. 5 തുടങ്ങി 7 വരെ BJP, 0 തുടങ്ങി 2 വരെ. അത് അവിശ്വസനീയമായ ഒരു കണക്കാണ്. അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസും തമ്മിലുള്ള സജീവമായ സ്ഥലം കൂടിയാണ് റിപ്പബ്ലിക്കിന്റെ ഡൽഹി. BJP 5 മുതൽ 7 വരെ, ഇന്ത്യ 2 സീറ്റുകൾ നേടാനുള്ള സാധ്യത റിപ്പബ്ലിക് ചൂണ്ടിക്കാണിക്കുന്നു. ഡൽഹിയിൽ അവിശ്വസനീയമാണ്. ഗ്രൗണ്ട് റിയാലിറ്റിയിൽ അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസും തമ്മിലുള്ള ബംഗാളില് സെക്കുലർ ഡെമോക്രാറ്റിക് അലയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഇന്ത്യ മുന്നണി ഇല്ലല്ലോ. അവിടെ 23 മണ്ഡലങ്ങൾ CPI മത്സരിക്കുന്നുണ്ടായിരുന്നു. CPIM അവിടെ 0 ആണ്. കേരളത്തിൽ 0 ആണ്. ആകെ മൂർഷിദാബാദിൽ ജയിക്കാനുള്ള സാധ്യതയാണ്. മുഹമ്മദ് സലീം മൂർഷിദാബാദിൽ ജയിക്കുമോ എന്നുള്ളതായിരുന്നു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അത്
മാത്രമല്ല അവിടെ ഒറ്റ കാര്യമാണ് ബംഗാളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യത്യാസം. ഈ വോട്ട് ട്രാൻസ്ഫർ കുറേയൊക്കെ സാധ്യമാകുമെന്ന് ലെഫ്റ്റ് പ്രതീക്ഷ പ്രകടിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2024. നേരത്തെ ലെഫ്റ്റിന്റെ വോട്ട് കോൺഗ്രസിന് പോവുകയും കോൺഗ്രസിന്റെ വോട്ട് ലെഫ്റ്റിന് കിട്ടാതിരിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല എന്നുള്ള പ്രതീക്ഷ. യുവാക്കളൊക്കെ ആയിരുന്നു കൂടുതൽ മണ്ഡലം. മാത്രമല്ല യുവാക്കളാണ് ഇപ്പോൾ CPM-നെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഴയ ലീഡർഷിപ്പ് പതുക്കെ കൊഴിഞ്ഞു പോകുക. ആകെ എനിക്ക് തോന്നുന്നു മുഹമ്മദ് സലീമിനെ പോലുള്ള മുഖങ്ങൾ മാത്രമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രൊജക്ട് ചെയ്യാൻ തന്നെ ലെഫ്റ്റ് തയ്യാറായിട്ടുള്ളത്. ഏതായാലും നോക്കൂ, ABP ന്യൂസ് സി വോട്ടർ തെലങ്കാനയിൽ കോൺഗ്രസ് 7-9, BJP 7-9. അതൊക്കെ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആണ്. അല്ല, ഇതേ ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യ മുഴുവൻ നോക്കുകയാണെങ്കിൽ തമിഴ്നാട് DMK 20 തുടങ്ങി 23 വരെ, കോൺഗ്രസ് 6 തുടങ്ങി 8 വരെ, AIDMK 0 തുടങ്ങി 2 വരെ, BJP 1 തുടങ്ങി 3 വരെ. അവിടെ ക്ലാരിറ്റി വന്നു. ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ പ്രകാരം ഉണ്ടല്ലോ 127 സീറ്റുകൾ അവർ ഇതുവരെ കവർ ചെയ്തതിനകത്ത് 72 സീറ്റ് ഇന്ത്യ സഖ്യത്തിനാണ്. 127 സീറ്റാണ് അവർ കവർ ചെയ്തിരിക്കുന്നത്. 72 സീറ്റ് ഇന്ത്യ സഖ്യത്തിനും 65 സീറ്റ് NDAക്കുമാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുള്ളൂ. അല്ല, പക്ഷേ ബീഹാർ വന്നിട്ടുണ്ട്. ബീഹാർ പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ് റിസൾട്ട് കേട്ടോ. 29 മുതൽ 33 വരെ സീറ്റുകളാണ് NDAക്ക്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ 39 സീറ്റുകളും നേടിയത് NDA ആണെന്ന് തോന്നുന്നു. 40-ൽ 39. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, പ്രശാന്ത് കിഷോറിന്റെ പ്രഡിക്ഷൻ ആണ് കറക്റ്റ് ആവുന്നത്. BJPക്ക് ബീഹാറിൽ നഷ്ടപ്പെടും. 3 സ്റ്റേറ്റുകൾ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്ന് മഹാരാഷ്ട്ര, മറ്റൊന്ന് ബീഹാർ, മറ്റൊന്ന് വെസ്റ്റ് ബംഗാൾ. ഇവിടെയൊക്കെ വലിയ രീതി മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ്. ABP സി വോട്ടർ കേരള വന്നു കഴിഞ്ഞിരിക്കുന്നു. മാഡം വായിക്കൂ. ABP സി വോട്ടർ. മാഡത്തിനോട് വായിക്കാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? മാഡം സന്തോഷമുള്ള വാർത്തയാണ്. 17-19, LDF 0, NDA 1 to 3. മൂന്നാമത്തെ സീറ്റ് ഇനി കണ്ടുപിടിക്കണം BJP. അതിനുള്ള അന്വേഷണത്തിലാണ്.